ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ VS ജയപ്രകാശ് സാർ, അതുപോലെ തന്നെ കിളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ടൈറ്റസ് കോതുരുത്ത്, സ്വാഗതം ആശംസിച്ച ശ്രീ TS സന്തോഷ്, ഈഴവോദയ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ശ്രീ ബെന്നി ജോസഫ്, ശ്രീമതി ലീന വിശ്വൻ, VS സന്തോഷ്, CP സുകുമാരൻ, ശ്രീജിത്ത് മനോഹരൻ, TB മുരളി, KK സതീഷ്, പൗരൻ വടക്കേപ്പറമ്പിൽ, ശ്രീ ശിവൻ KS, അതുപോലെ തന്നെ ശ്രീ ജോയ് ഗോതുരുത്ത് സാറ്, നിരവധി മറ്റ് സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. വടക്കുംപുറത്തെ ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കിളപ്പനാശാൻ ചരിത്ര പഠന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കഥാപ്രസംഗത്തിൻ്റെ ഈ ശതാബ്ദി, അതുപോലെ തന്നെ ഗുരുവിൻ്റെ സന്ദർശനത്തിൻ്റെ വാർഷികം, അതുപോലെ തന്നെ കിളപ്പനാശാൻ്റെ ഫലകം, ചരിത്ര ഫലകം, അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ആ ഫലകത്തിൻ്റെ അനാച്ഛാദനം, സ്മാരക ഫലകത്തിൻ്റെ അനാച്ഛാദനം, ഇതിനെ എല്ലാം വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും, ഇതിൻ്റെ സംഘാടകരെ, കിളപ്പനാശാൻ ചരിത്ര പഠന സംഘത്തെയും പുകാശയെയും ഈഴവോദയ സംഘത്തെയും മറ്റെല്ലാ ബഹുജനങ്ങളെയും, ഈ നാട്ടിലെ എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിന് വളരെ അനുകരണീയമായിട്ടുള്ള, വളരെ കാലികമായ, സമകാലികമായ ഒരു മാതൃകയാണ് കിളപ്പനാശാൻ പഠന സംഘവും ഈ നാട്ടിലെ ജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ ആധുനീകരണവുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചി രാജ്യത്തെ, ഇത് അതിർത്തിയും കൂടിയായിരുന്നു. ഞാൻ ശ്രീ ഗോതുരുത്ത് സാറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കൊതിക്കല്ലുകൾ നിറഞ്ഞ, സഹോദരൻ അയ്യപ്പൻ്റെ തന്നെ ആ കുമ്പളത്ത് പറമ്പിൽ വീട്ടിൽ നമുക്ക് കൊതിക്കല്ലുകൾ കാണാം. കൊച്ചി തിരുവിതാംകൂർ അതിർത്തികളാണ് ഈ കൊതിക്കല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമുവൽ ഹണ്ടിങ്ടൺ അദ്ദേഹം നടത്തിയ ഒരു ഭൂവിഭജനത്തിൻ്റെ, അതിർത്തി നിർണയനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇട്ട കല്ലുകളാണ് എന്ന് ജോയ് സാറ് ഇവിടെ പറയുകയുണ്ടായി, എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രമാത്രം ചരിത്ര പ്രസിദ്ധമായ കൊച്ചി സീമയുടെയും അതുപോലെ തന്നെ മലബാറിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ഒക്കെ തന്നെ അതിർത്തിയായി വരുന്ന ഈ പ്രബുദ്ധമായ ഈ സ്ഥലം, ഈ വടക്കുംപുറം, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ പിന്നെ കോട്ടയിൽ ആ കോവിലിൻ്റെ അതിൻ്റെ ഭാഗമായി ചേന്നമംഗലത്തിൻ്റെ വടക്കേ ഭാഗം എന്ന് പറയുന്ന ഈ വടക്കുംപുറം ഇത്രമാത്രം ചരിത്ര പ്രസിദ്ധമാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ നടമാടിയിട്ടുള്ള ഗുരുവിൻ്റെ ആധുനികമായിട്ടുള്ള ജാതിവിരുദ്ധ മതേതര മാനവിക സന്ദേശത്തെ തുടർന്ന് അതിനെ ഏറ്റെടുത്തുകൊണ്ട് സഹോദരൻ അയ്യപ്പനാകട്ടെ, അദ്ദേഹത്തെക്കാൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ടൈറ്റസ് ഒക്കെ വ്യക്തമാക്കിയതുപോലെ ഏതാണ്ട് 20 വയസ്സിന് മൂപ്പുള്ള മനുഷ്യനായിരുന്നു നമ്മുടെ കിളപ്പനാശാൻ. 1917 ചെറായി പന്തിഭോജനം, വിഖ്യാതമായിട്ടുള്ള ജാതിയെ ദഹിപ്പിച്ച സഹോദരൻ്റെ പന്തിഭോജനം നടക്കുമ്പോൾ 1917 മെയ് മാസം 29-ാം തീയതി അവിടെ നടക്കുമ്പോൾ സഹോദരൻ അയ്യപ്പന് 28 വയസ്സായിരുന്നു. അതിനേക്കാൾ 20 വയസ്സ് കൂടുതൽ, അതായത് 48 വയസ്സ്. അപ്പോൾ ഏതാണ്ട് ഒരു തലമുറയുടെ തന്നെ വ്യത്യാസമുള്ള കിളപ്പനാശാനാണ് അതിനുവേണ്ടി 22 യുവാക്കളെ ഈ വടക്കുംപുറത്ത് നിന്ന് അതിന് സംഭാവന ചെയ്തുകൊണ്ട് ആ വിഖ്യാതമായിട്ടുള്ള, വിശ്വവിഖ്യാതമായ സഹോദരനൊക്കെ പാടിയതുപോലെ, പിന്നീട് ഈഴവോത്ബോധനത്തിൽ അദ്ദേഹം പാടിയതുപോലെ, രചിപ്പിൻ നിങ്ങളിവിടെ വീണ്ടും സഖാക്കളെ എന്നുള്ള ആ സംബോധന തന്നെ കേരള ഭാഷ, മലയാള നാട് കേട്ടത് സഹോദരൻ്റെ ആ പദ്യത്തിലൂടെയാണ്. കേരള കവിതയിൽ അത് കടന്നു വരുന്നത്. സഖാക്കളെ രചിപ്പിൻ നിങ്ങളിവിടെ വീണ്ടും സഖാക്കളെ, ശ്രവിക്കിൽ രോമം ചീർക്കും താദൃശ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെയും ഒക്ടോബർ റവല്യൂഷൻ്റെയും 1917 ഒക്ടോബർ റവല്യൂഷൻ്റെയും ഒക്കെ തന്നെ അത് വരുന്നതേ ഉള്ളൂ. ഒക്ടോബർ റവല്യൂഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സഖാക്കളെ എന്നുള്ള ആ വിളിയോടുകൂടി സഹോദരൻ നടത്തിയിട്ടുള്ള ആ വിഖ്യാതമായിട്ടുള്ള വിശ്വോത്തരമായ മാനവികതയുടെയും നൈതികതയുടെയും
ആധുനികതയുടെയും ഒക്കെ തന്നെ ആ ഉയർപ്പ്, ആ സമയത്ത് സഹോദരൻ ഏറ്റവും വലിയ പിന്തുണ കൊടുത്തു. ഗുരുവിൻ്റെ സന്ദേശത്തെ പടർത്തി എന്ന് മാത്രമല്ല, കൊച്ചി ശീമയിലെമ്പാടും പടർത്തി എന്ന് മാത്രമല്ല, സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ഒരു ജൈവബുദ്ധിജീവി, ഒരു നൈതിക ധീരന് അദ്ദേഹത്തിന് ഏറ്റവും ധാർമ്മികമായ ബഹുജന പിന്തുണ കൊടുത്തു എന്നുള്ളതും കൂടിയാണ് കേളപ്പനാശാന്റെ ആ വീരചരിതം എന്ന്, അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന, ഭാവികൾ ഓർക്കുന്ന സംഭാവന എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വീരപുത്രന് ജന്മം നൽകിയ ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ജോയ് സാറുമായിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. കാരണം ഇത്രയും കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്ന ബഹുസാംസ്കാരികമായ ഒരിടം കേരളത്തിൽ തന്നെ കുറവാണ്. കാരണം കേരളത്തിൻ്റെ പ്രാചീന തുറയായിട്ടുള്ള മുസിരിസ് എന്ന് പറയുന്ന പിന്നെ എന്താണ് മുജിരി പത്തനം അല്ലെങ്കിൽ പട്ടണം തന്നെ ഇവിടെ അടുത്താണ്. വടക്കേക്കരയാണ് ആ പട്ടണം ഉള്ളത്. അപ്പോൾ ആ പട്ടണത്തിനോട് ഇത്ര അടുത്ത് പ്രാചീന കാലം മുതൽ ലോക നാഗരികങ്ങളുമായി ബന്ധമുള്ള ഒരു തുറയും ഒരു കരയുമായിരുന്നു ഈ പറയുന്ന വടക്കേപ്പുറം എന്ന് പറയുന്ന ചേന്ദമംഗലം അടക്കമുള്ള, പറവൂരടക്കമുള്ള, കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഏറ്റവും വലിയ ഒരു ഇൻലാൻഡ് പോർട്ട് എന്ന് പറയാവുന്ന പള്ളിപ്പോർട്ടിൽ നിന്നാണല്ലോ, നമ്മുടെ പള്ളിപ്പുറം പോർട്ടിൽ നിന്നാണല്ലോ സഹോദരൻ ആദ്യം 1917 മുതൽ 2 വർഷത്തേക്ക് അടിച്ച് ഇറങ്ങിക്കൊണ്ടിരുന്നത് മാസികയായിട്ട് പള്ളിപ്പുറം എന്ന് പറയുന്ന എപ്പോഴും പഞ്ചായത്തായിരിക്കുന്ന പള്ളിപ്പുറം പോർട്ടിൽ നിന്നാണ്. അപ്പം അന്ന് പിന്നെ കേളപ്പനാശാനൊക്കെ സംഭാവന ചെയ്തത് 1917 ആ സഹോദരൻ മാസികയായിട്ട് ആരംഭിക്കുമ്പോൾ അന്ന് 300 രൂപ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രോമിസറി ശ്രീ ടൈറ്റസിൻ്റെ തന്നെ പുസ്തകത്തിൽ നിന്നാണ് വലിയ ഒരു സംഭാവനയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രോമിസറി നോട്ടായിട്ടാണ് 300 രൂപ അന്ന് സംഭാവന ചെയ്തത്. ഇന്ന് 3 ലക്ഷത്തേക്കാൾ വലിപ്പമുള്ള ഒരു സംഖ്യയാണ് അന്ന് 1917 110 വർഷത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ കേളപ്പനാശാൻ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ശ്രീ ടൈറ്റസ് കോത്തുരുത്താണ് ഒരു പുസ്തകമാക്കി അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രത്തിനു വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ലോകത്തിനു വേണ്ടിയാണ്, കേരളത്തിനു വേണ്ടിയാണ്. ഇത് കൊച്ചിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പിന്നെ വടക്കേപ്പുറത്തിന് വേണ്ടിയോ മാത്രമുള്ള ഒരു രചനയല്ല. പ്രാദേശിക ചരിത്രങ്ങൾ എന്ന് പറയുന്നത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ത്യ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദക്ഷിണേന്ത്യയുടെ ചരിത്രവുമായിട്ട് കേരളത്തിൻ്റെ ഈ പ്രാദേശിക ചരിത്രങ്ങൾക്ക് ബന്ധമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ലോക നാഗരികങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വലിയ തുറയാണ്. ആ തുറയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ബൗദ്ധരും ജൈനരും അടക്കമുള്ള നിരവധി ജനസമുദായങ്ങൾ, നിരവധി മതങ്ങൾ, ലോക സംസ്കാരങ്ങൾ, ലോകത്തെ വിവിധ വാണിജ്യ സംസ്കാര പാതകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ബഹുസംസ്കാര ഇടത്തെ, അതിൻ്റെ ബഹുസാംസ്കാരികതയെ, ബഹുസ്വരതയെ, നമ്മുടെ സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ചിന്തയുടെയും ഒക്കെ തന്നെ ധാർമ്മികതയുടെയും ജീവിതത്തിൻ്റെയൊക്കെ ആ ബഹുസാംസ്കാരികതയെ, ബഹുസ്വരതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, നമുക്ക് പിൻപറ്റാവുന്ന ഒരു വലിയ വഴിയും വെളിച്ചവുമാണ്. ആ വഴികളെക്കുറിച്ച് ടൈറ്റസ് ഇവിടെ പറഞ്ഞു. 3 വഴികൾ അദ്ദേഹം വെട്ടിയതായിട്ട് പറഞ്ഞു. ഗുരുവിലേക്ക് വെട്ടി, ഡോക്ടർ പൽപ്പുവിലേക്ക് വെട്ടി, സഹോദരനിലേക്ക് വെട്ടി, അതിവിടെ പണ്ഡിറ്റ് കറുപ്പനിലേക്കും വെട്ടിയിട്ടുണ്ട്. പിന്നെയും നിരവധി വഴികളുണ്ട്. 3 വഴികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രം, നിരവധി വഴിയാണ്. കാരണം മഹാനായ കുമാരനാശാന്റെ അദ്ദേഹത്തിൻ്റെ പിന്നെ ചരമത്തിൻ്റെ ശതാബ്ദിയും കൂടിയാണ്, മഹാപരിനിബാണത്തിൻ്റെ ശതാബ്ദിയും കൂടിയാണ് നടക്കുന്നത്. അപ്പം ഈ അവസരത്തിലാണ് ചണ്ഡാല ഭിക്ഷുകിയെ തിരഞ്ഞെടുത്ത്, അതായത് വളരെ പ്രബുദ്ധമായ ഒരു കാവ്യത്തെ, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ബൗദ്ധമായിട്ടുള്ള ബഹുജന സംസ്കാര പാരമ്പര്യത്തെ കാവ്യത്തിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും അടയാളപ്പെടുത്തുന്ന ആഴത്തിൽ മനസ്സുകളിലേക്ക് നിറയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ചണ്ഡാല ഭിക്ഷുകിയെ തിരഞ്ഞെടുത്തപ്പോൾ അതിനെ പാട്ടെഴുതാൻ ഇന്നത്തെ പിന്നെ നമ്മുടെ മനോരമയുടെ ഈ പറയുന്ന വാരാദ്യ പതിപ്പിൽ വന്നിട്ടുള്ള ശ്രീ ജിജോ ജോൺ പുത്തേഴത്ത് എഴുതിയിരിക്കുന്ന വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഈ രചന, കഥാപ്രസംഗത്തിൻ്റെ സത്യകഥ എന്ന് പറയുന്ന ഈ ഫീച്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ആശാൻ മുതൽ പൽപ്പുവിൻ്റെ, കറുപ്പൻ്റെ, അതുപോലെ കേളപ്പനാശാന്റെ വരെ പടങ്ങൾ, സചിത്ര ലേഖനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് എടുത്തപ്പോൾ മഹാകവി കുമാരനാശാന്റെ സാഹിത്യദീപ്തമായിട്ടുള്ള, സാഹിത്യമൂല്യം ഏറെ അഗാധമായിരിക്കുന്ന കാവ്യഗുണമേറിയ കവിതയെ
കുറച്ചുകൂടി ബഹുജനോന്മുഖമാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കത് ജനകീയ കാവ്യ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടെ ഡോക്ടർ പൽപ്പുവും ഒക്കെ കൂടി തിരഞ്ഞെടുത്തത് മഹാനായ പണ്ഡിറ്റ് കറുപ്പനെയാണ്, കൊച്ചിയിലെ കറുപ്പനെയാണ്. കറുപ്പൻ മാഷാണ് 1903 മുതൽ ഇവിടെ ജാതിക്കുമ്മി എഴുതി പാടി നടന്നുകൊണ്ട് ജാതി വിരുദ്ധ സന്ദേശങ്ങൾ, പിന്നെ എന്താണ്, ഗുരുവിനെ അടക്കം മാനസഗുരുവായി കണ്ടുകൊണ്ട് ജാതി വിരുദ്ധ സന്ദേശം, ജാതി ചോവനായാലെന്ത് യോഗപ്പെണ്ണേ എന്ന് പാവയെപ്പോലെ പരുങ്ങാതിരിക്കുന്ന പാവനൻ എൻ ഗുരു യോഗപ്പെണ്ണേ, ജാതി ചോവനായാലെന്ത്, പിന്നെ യോഗപ്പെണ്ണേ എന്നൊക്കെ പാടി നടന്നുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പനാണ് ആ ജനകീയ കാവ്യ പാരമ്പര്യത്തെ കൊച്ചിയിൽ വളർത്തിയത്. ജാതി വിരുദ്ധമായ മതേതരമായ മാനവിക സന്ദേശത്തെ, ഗുരുവിൻ്റെ സന്ദേശത്തെ സ്വന്തം മാനസഗുരുവായി കണ്ടുകൊണ്ട് ഇവിടെ പടുത്തി. അപ്പോൾ ഡോക്ടർ പൽപ്പു തിരഞ്ഞെടുത്തത് പണ്ഡിറ്റ് കറുപ്പനെ ഏൽപ്പിച്ചാൽ ഇത് വളരെ മനോഹരമായ രീതിയിൽ ഗാനങ്ങളാക്കി, ബഹുജന ഗാനങ്ങളാക്കി പിന്നെ സത്യദേവന് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തത് ഡോക്ടർ പൽപ്പുവാണ്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനുമായിട്ടും നമ്മുടെ കിളപ്പനാശാൻ ബന്ധപ്പെട്ടു, ആശാനുമായിട്ടും ബന്ധപ്പെട്ടു. ഡോക്ടർ പൽപ്പുവിലൂടെയാണ് അതൊക്കെ സംഭവിച്ചത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അദ്ദേഹം അന്ന് ബന്ധപ്പെടാത്ത കേരള നവോത്ഥാനത്തിൻ്റെ നേതാക്കൾ ആരും തന്നെ ഇല്ല. കേരള സാഹിത്യത്തിൻ്റെയും സംസ്കാരങ്ങളുടെയും എല്ലാ ആധാര സ്രോതസ്സുകളെയും മഹാകവി കുമാരനാശാൻ മുതൽ മഹാനായ പണ്ഡിറ്റ് കറുപ്പൻ വരെയുള്ള മഹാകവികളെയും എഴുത്തുകാരെയും സാംസ്കാരിക ജനനേതാക്കളെയും ഇവരൊക്കെ തന്നെ പ്രജാസഭയിലും അതുപോലെ പിന്നെ കൊച്ചിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഒക്കെ പോയിട്ടുള്ളവരും കൂടിയാണ്. അപ്പൊ സമഗ്രമായ രീതിയിൽ, ബഹുജനോന്മുഖമായ രീതിയിൽ, ജനായത്തപരമായ രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവത്തെ മാറ്റിത്തീർത്ത ഒരു ക്രാന്തദർശിയും കൂടെയാണ് കേളപ്പനാശാൻ എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബഹുമുഖമാണ്. നമുക്കറിയാം, ഈ 1894 ഇവിടെ സൂചിതമായ സരസ്വതി വിദ്യാലയത്തിൻ്റെ സ്ഥാപനം. അതിനു മുമ്പ്, തൊട്ടു മുമ്പ് നമുക്കറിയാവുന്നത് സരസ്വതി വിജയമാണ്. മറ്റൊരു പിന്നെ പുലയൻ എന്ന് വിളിക്കപ്പെട്ട സഹോദരൻ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത് പുലയൻ അയ്യപ്പനാണ്. പുലയൻ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആ പുലച്ചോവന്മാർ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ തന്നെ അടുത്ത കാലത്ത് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ പുലച്ചോവന്മാരെ പോലെ മറ്റൊരു മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ഏറെ നേട്ടങ്ങളുണ്ടായ മലബാറിൽ ഹൈദരുടെയും ടിപ്പുവിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഭരണം കൊണ്ട് ഏറെ നേട്ടങ്ങളുണ്ടായ മലബാറിൽ നിന്നാണ് ഇംഗ്ലീഷും നിയമവും ഒക്കെ പഠിച്ചുകൊണ്ട് പുലയർക്കും അടിസ്ഥാന ജനതയ്ക്കും തൊട്ടുകൂടാത്തവരാക്കപ്പെട്ട ദളിത ബഹുജനങ്ങൾക്ക് വേണ്ടി സ്കൂളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മുടെ പുലയൻ കുഞ്ഞമ്പു എന്ന് പറയുന്ന തലശ്ശേരിയിലെ അഡ്വക്കേറ്റ്, വക്കീൽ പോത്തേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന പുലയൻ കുഞ്ഞമ്പു, പുലയൻ മറ്റീര്, പുലയൻ കുഞ്ഞമ്പു, പുലയൻ അയ്യപ്പൻ, ഇവരെ 3 പേരെയാണ് പുലയൻ എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാന ജനതയുടെ, വള്ളുവരുടെ ആ നാമം കൊടുത്തുകൊണ്ട് ജനങ്ങൾ ആദരത്തോടു കൂടി വിളിച്ചുകൊണ്ട്. സഹോദരൻ ഏറ്റവും റാവു ബഹദൂർ ബഹുമതിയെക്കാളും ബ്രിട്ടീഷുകാർ കൊടുത്ത എല്ലാ ബഹുമതികളെക്കാളും ഭരണകൂടങ്ങൾ കൊടുത്തതിനേക്കാൾ ഏറ്റവും ഹൃദയംഗമമായി സഹോദരൻ ഏറ്റുവാങ്ങിയത് പുലയൻ അയ്യപ്പൻ എന്നുള്ള ആ നാമമായിരുന്നു. കാരണം ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ സാമൂഹ്യ പ്രയോഗം, പരിപൂർത്തി, ഫലപ്രാപ്തിയാണത്. കാരണം ഈഴവരാകട്ടെ മറ്റാരുമായിക്കൊള്ളട്ടെ, അവരൊക്കെ അടിസ്ഥാന ജനതകളുമായി സാഹോദര്യം പ്രഖ്യാപിച്ച് ഏകോദര സഹോദരങ്ങളായി വാണാൽ മാത്രമേ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈഴവരും മറ്റുള്ളവരും ഒക്കെ തന്നെ പുലയരായി മാറിയാൽ മാത്രമേ അവർ മനുഷ്യരാകൂ. അതായിരുന്നു നാരായണ ഗുരുവിൻ്റെ നൈതിക തത്വം എന്ന് പറയുന്ന ഏറ്റവും അടിത്തട്ടിലേക്ക് ഇറങ്ങുക, ഏറ്റവും അടിത്തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടവരുമായി ഏകോദര സാഹോദര്യം പ്രഖ്യാപിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് മാനവികതയിലേക്ക് ഒരു ക്ലെയിം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് മനുഷ്യരാകാനുള്ള ജാതി സമൂഹത്തിൽ, കാരണം നരൻ അശുദ്ധ വസ്തു പോലും, ധരയിൽ നടപ്പത് ദോഷമാണ് പോലും, നരകം ഇവിടമാണ് കഷ്ടം എന്നാണ്. ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്നാണ് മഹാകവി കുമാരനാശാൻ 1919 താണിശ്ശേരി ചേലൂർ കലാപങ്ങൾ, കാറാട്ടുപുഴ കലാപങ്ങൾ, ജാതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടി എഴുതിയ സഹോദരൻ പിന്നെ ബോധാനന്ദ സ്വാമികളും കൂടി നേരിട്ട് പോയി എഴുതി വാങ്ങിച്ചതാണ്. തോന്നയ്ക്കൽ പോയി ആശാനെ കൊണ്ട് അവിടെ ഇരുന്ന് 2 ദിവസം അവിടെ താമസിച്ചിരുന്ന് എഴുതി വാങ്ങിപ്പിച്ച് തിരുത്തിയെടുത്തതാണ് സിംഹനാദം എന്ന് പറയുന്ന 1919 കവിത. അവിടെയാണ് പിന്നെ ആശാൻ അത് ചോദിക്കുന്നത്. സമാനമായ വരികൾ നമുക്കറിയാം പണ്ഡിറ്റ് കറുപ്പനിലും പിന്നെ സഹോദരനിലും ഒക്കെ തന്നെയുണ്ട്.
ഇവരെല്ലാവരും കൂടിയാണ് അവരുടെ ഗുരുവിനെ കേരള ബുദ്ധൻ എന്ന്, ശ്രീനാരായണ ബുദ്ധൻ എന്ന് മൂലൂര് അടക്കമുള്ള കവികളാണ് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ ആ സന്ദേശത്തെ ഇഴവർ പുലയരായാലേ മനുഷ്യരാകൂ എന്ന് പറയുന്ന ഗുരുവിൻ്റെ നൈതിക തത്വത്തെ ഏറ്റവും ജനകീയമായി, ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുമായി സാഹോദര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ജീവിത പ്രയോഗമാക്കി മാറ്റിയവരാണ് ഈ ശിഷ്യഗണങ്ങൾ. സഹോദരനാകട്ടെ, പണ്ഡിറ്റ് കറുപ്പനാകട്ടെ, മൂലൂരാകട്ടെ, ആശാനാകട്ടെ, ഇവരൊക്കെ തന്നെ അത് ചെയ്തതാണ്. അതിൻ്റെ കൂടെയുള്ള ഒരു വലിയ പ്രമുഖനാണ്, ഒരു പ്രാദേശിക പ്രമുഖനാണ്, അറിയപ്പെടാതെ പോയ, നിർഭാഗ്യവശാൽ അറിയപ്പെടാതെ പോയ ഒരു വലിയ മഹാപ്രതിഭയും ജൈവ ബുദ്ധിജീവിയും സാമൂഹ്യ പ്രവർത്തകനും സമുദായ നേതാവും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ കേളപ്പനാശാൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയെ, അദ്ദേഹത്തിൻ്റെ ജീവിത പോരാട്ടങ്ങളെ, അദ്ദേഹം നയിച്ച സാമൂഹ്യ സാംസ്കാരിക പരിവർത്തനങ്ങളെ കുറിച്ചുള്ള ഈ ഗ്രന്ഥരചന ശ്രീ ടൈറ്റസ് നടത്തുന്ന, അല്ലെങ്കിൽ കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിശ്രമത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അതിനെല്ലാ വിജയങ്ങളും ഇവിടുത്തെ ബഹുജനങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. അതിൻ്റെ ഗവേഷണങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ പല രേഖകളും അതേപടി പുനരാവിഷ്കരിച്ചുകൊണ്ട് അനുബന്ധമായി പകർപ്പുകൾ തന്നെ, സഹോദരൻ പത്രത്തിൻ്റെ 1920 പത്രത്തിൻ്റെ രേഖകൾ, അതുപോലെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ, ഇതൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് വളരെ ആധികാരികമായ രീതിയിൽ, വളരെ ജ്ഞാന സിദ്ധാന്തപരമായി ഗഹനമായ ശൈലിയിൽ ഗവേഷണത്തിൻ്റെ നടപടിക്രമങ്ങളും രീതിശാസ്ത്രങ്ങളും നൈതികതയും പാലിച്ചുകൊണ്ട് ശ്രീ ടൈറ്റസ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും ഞാൻ അർപ്പിക്കുക. അപ്പോൾ കേളപ്പനാശാന്റെ ചരിത്രത്തിലേക്ക് നാം തിരിച്ചു വന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ സഹോദരൻ നടത്തിയ എല്ലാ വലിയ പോരാട്ടങ്ങളിലും കൊച്ചിയിൽ നടത്തിയ ഈ പന്തിഭോജനമെന്ന് മാത്രമല്ല, പ്രാദേശികമായി നടത്തിയിട്ടുള്ള, കൊടുങ്ങല്ലൂർ അടക്കം നടത്തിയിട്ടുള്ള വലിയ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു കർമ്മ പരിപാടിയാണ് നമുക്കറിയാവുന്ന ജാതിയുടെ ദഹനം. യഥാർത്ഥത്തിൽ പഞ്ചിഭോജനത്തിലൂടെ തന്നെ ജാതിയെ ദഹിപ്പിക്കുകയാണ്. അതല്ലാതെ വളരെ സിംബോളിക്കായിട്ട് തന്നെ പ്രതീകാത്മകമായി ജാതിയെ ഒരു ഭീകരനായി കാണുകയും, ബാബാ സാഹേബ് അംബേദ്കറുടെ ഒരു പ്രയോഗമാണ്, എവിടെ തിരിഞ്ഞാലും നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറെ തന്നെ അവതരിപ്പിച്ചത് നമുക്കറിയാം, സഹോദരനാണ്. 46 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ബംഗാളിൽ പോയി വളരെ ബുദ്ധിമുട്ടി മുസ്ലിം ലീഗിന്റെ അടക്കം, ന്യൂനപക്ഷങ്ങളുടെ അടക്കം ഐക്യദാർഢ്യത്തോടുകൂടി, സഹായത്തോടുകൂടി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് വന്ന് നമ്മുടെ ഭരണഘടനയുടെ, ലോകത്തെ ഏറ്റവും വിപുലമായ ജനായത്ത ഭരണഘടനയുടെ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നു എന്ന് കണ്ട നിമിഷത്തിൽ, അന്ന് 46 47 സഹോദരൻ എഴുതി പ്രസിദ്ധീകരിച്ച കവിതയാണ് അംബേദ്കറെ ലോകത്ത് തന്നെ ആദ്യമായി പുരസ്കരിച്ച് വണങ്ങുകയും അഭിവാദ്യം ചെയ്യുകയും കേരളത്തിൽ എന്നല്ല ഇന്ത്യൻ സാഹിത്യത്തിലും ലോക സാഹിത്യത്തിലും ആദ്യമായി അടയാളപ്പെടുത്തുകയും, ദലിത് സാഹിത്യം പോലും 1950-കൾക്ക് ശേഷമാണ് ഉയർന്നു വന്നത്. അംബേദ്കർക്ക് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ മഹാപരിനിർവാണത്തിന് ശേഷമാണ് വന്നത്. അപ്പൊ അതിനു മുമ്പ് 46 47 കാലത്ത് സഹോദരനാണ് ജാതിഭാരതം എന്ന കവിതയിലൂടെ അംബേദ്കർ എന്ന തനാമ ചതുരക്ഷരം മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറെ തന്നെ ഭാവിയുടെ സൂര്യനായി, നവബുദ്ധനായി അവതരിപ്പിക്കുകയാണ്. അതൊരു ബുദ്ധ മന്ത്രമായി തന്നെ ജപിക്കും ഭാവിയുടെ ഭാരതം എന്നാണ് സഹോദരൻ. അപ്പോൾ അംബേദ്കറുടെ ഒരു പ്രയോഗമാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ ഭീകരത എന്നുള്ളത്. എന്താണ്? ജാതിയാണ് ഏറ്റവും വലിയ ഭീകരത. ഈ ഏറ്റവും വലിയ ഭീകരത വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഇരുട്ടാണ്. അത് ജാതി വ്യവസ്ഥയാണ്. വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്ന സനാതന വൈദിക വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ഏറ്റവും വലിയ ഭീകരത ഇന്ത്യയിലെ പ്രത്യേകിച്ചും. അപ്പോൾ ആ ഭീകരത എവിടെ തിരിഞ്ഞാലും വഴിവിലങ്ങുന്ന ഭീകരൻ ജാതിയാണ് എന്നായിരുന്നു സഹോദരന്റെ ഒരു അംബേദ്കറുടെ ഒരു പ്രസ്താവം. ആ അംബേദ്കറെയാണ് സഹോദരൻ ജാതി ഭാരതത്തിൽ അവതരിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭീകരതയ്ക്കെതിരെ, അതിനെ ഒരു ഭീകരതയായി കണ്ടുകൊണ്ട്, ഒരു ഭീകരനായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട്, അതിനെ ഒരു വേഷം കെട്ടി ഉണ്ടാക്കിയ ഒരു വലിയ ഭീമാകാരമായ രൂപം, ഇപ്പൊ രാവൺ ലീല എന്നൊക്കെ പറഞ്ഞ് രാവണനെ സൗത്ത് ഇന്ത്യക്കാരനും ശിലോണുകാരുമൊക്കെ ബൗദ്ധരെ കത്തിക്കുന്ന ഒരു പ്രക്രിയ രാംലീല എന്ന് പറഞ്ഞ് ദില്ലിയിലും, രാംലീല മൈതാനം തന്നെ ദില്ലിയിലുണ്ട്.
അപ്പൊ ദില്ലിയിലടക്കമുള്ള ഈ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ആ ഹൈന്ദവ ഹൃദയഭൂമിയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ പരോക്ഷമായിട്ട് അതിനെ വിമർശിച്ച് അതിനെ തിരിച്ചിട്ടുകൊണ്ട് ഒരു ജാതി ഭീകരനെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കെ സുബ്രഹ്മണ്യവും സഹോദരന്റെ ജൂനിയർ വക്കീലും അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനുമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ MK സാനു മാസ്റ്റർ, ഇവരുടെയൊക്കെ ജീവചരിത്രങ്ങളിൽ ഇത് വിശദീകരിക്കുന്നു. അപ്പോൾ ഒരു ജാതി ഭീകര ദഹനം എന്ന് പറയുന്ന ഒരു ആഘോഷ പരിപാടി തന്നെ, വലിയ വെടിക്കെട്ടാണ്. പിന്നെ ഭീകര രൂപത്തിനകത്ത് പടക്കങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിന് തീ കൊളുത്തും. ഇതിന് വലിയ ഒരു എഫിജി ആയിട്ട് കൊണ്ടുവന്ന വലിയൊരു പ്രൊസഷൻ, ഒരു ആഘോഷമായിട്ട് ചെണ്ടയും തപ്പും തകിലുമൊക്കെ അടിച്ചുകൊണ്ട് വലിയ ഒരു ഘോഷയാത്രയായി ഇങ്ങനെ കൊണ്ടുവരും. ആ ശൃംഗപുരത്ത് വെച്ചാണ് ഒരെണ്ണം നടന്നത്. അങ്ങനെ നിരവധി ഈ സ്ഥലങ്ങളിൽ ഈ വടക്കേപ്പുറത്തൊക്കെ നടന്നിട്ടുണ്ടാവാം. ഇതിനൊക്കെ സഹായം കൊടുത്തത് ആരാ? മറ്റാരുമല്ല, കേളപ്പനാശാൻ തന്നെയാണ്. കേളപ്പനാശാനാണ് സഹോദരൻ മാസിക തുടങ്ങാനും പന്തിഭോജനത്തിന് ആളെ കൊടുത്തതും അതുപോലെ ഈ ജാതി ഭീകര ദഹനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും കൊടുത്ത് അത് സാധ്യമാക്കിയെടുത്തത്. നമുക്കറിയാം, അന്ന് വലിയ പാലികവുമായിട്ടുള്ള വലിയ സംഘർഷമുണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ ചരിത്രത്തിലേക്ക് കൂടി കടക്കേണ്ടിയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ അച്ഛന്മാർ എന്ന് പറയുന്ന നല്ല ശൂദ്രരായി മാറിയ ബ്രാഹ്മണ്യത്തിന്റെയും രാജാധികാരത്തിന്റെയും നല്ല ശൂദ്രന്മാരായി മാറിയ അച്ഛന്മാർ, പാലിയത്ത് അച്ഛന്മാർ. അച്ഛൻ എന്ന് പറയുന്നത് തന്നെ പ്രാചീനമായ പാലിയിലുള്ള ബിരുദമാണ്. അച്ഛൻ എന്ന് പറയുന്നത് ബുദ്ധന്റെ തന്നെ അഭിസംബോധനയാണ്. അരിയ ബുദ്ധനാണ് അയ്യപ്പൻ എന്ന് അറിയപ്പെടുന്ന അയ്യപ്പൻ, സാധാരണ അയ്യപ്പന്റെ ആകട്ടെ ഇവരുടെയൊക്കെ തന്നെ പേരിൽ കിടക്കുന്നതാണ്. കേളപ്പനാശാന്റെ തന്നെ പിതാവിന്റെ അടക്കം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഒക്കെ പേരിൽ കിടക്കുന്ന പിന്നെ ഇതാണ് കേളപ്പൻ എന്ന് പറഞ്ഞാലും ബുദ്ധൻ തന്നെയാണ്. തോഴൻ, സ്നേഹിതൻ എന്നൊക്കെയാണ് ശ്രീ ടൈറ്റസ് പറയുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി അഗാധമായ അർത്ഥം പിന്നെ കേളപ്പനുണ്ട്. കേൾവിയുള്ള അപ്പൻ, വിളിച്ചാൽ കേൾക്കുന്ന അപ്പൻ എന്നും, നല്ല രീതിയിൽ കേൾക്കുന്ന അപ്പൻ, അതുപോലെ കേൾവി കേട്ട അപ്പൻ എന്നുണ്ട്. ആരാണ് ഈ അപ്പൻ? അപ്പൻ ഉണ്ടാകുന്നത് തന്നെ ബുദ്ധവചനത്തിൽ നിന്നാണ്. പാലിയിലുള്ള അപ്പദീപോ ഭവ എന്ന ധമ്മപദത്തിലെ ബുദ്ധന്റെ ആ വാചകത്തിൽ നിന്നാണ് നിങ്ങൾ അപ്പനെ താങ്കൾ തന്നെ താങ്കളുടെ വെളിച്ചമായിരിക്കുക. മരണസമയത്ത് ബുദ്ധന്റെ അവസാന സന്ദേശമാണ്. ശിഷ്യനായ പിന്നെ ആനന്ദന്റെ മടിയിൽ തലവെച്ച് ഇതുപോലെ സാലവൃക്ഷങ്ങൾ, ഇത് ജംബുദ്വീപത്തിന്റെ വൃക്ഷമാണ് ഇവിടെ നിൽക്കുന്നത്. ജാമുൻ എന്ന് പറയുന്ന ഞാവൽ മരത്തിന്റെ ചുവട്ടിലാണ് നാം ഈ വലിയ കൊടിയ വേനലിനെ അതിജീവിച്ചുകൊണ്ട് ഈ ശീതള ഛായയിൽ നിൽക്കുകയാണ്. ഇന്ത്യയുടെ ബൗദ്ധ സാഹിത്യത്തിലുള്ള പ്രാചീനമായ പേര് ജംബുദ്വീപം എന്നാണ്. എങ്ങനെയാണ് ജംബുദ്വീപം വരുന്നത്? ജാംബോ അല്ലെങ്കിൽ ജാമുൻ, ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ജാമുൻ. ജാംബു എന്ന് പറയുന്ന പഴയ പാലി വാക്കിൽ നിന്ന്, പ്രാകൃത ഭാഷയിൽ നിന്ന് വരുന്നതാണ്. ആ ഞാവൽ മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ജംബുദ്വീപം എന്ന പേര് തന്നെ പ്രാചീന ഇന്ത്യക്ക് ഉണ്ടായത്. അപ്പൊ പിന്നെ സാലമരങ്ങൾക്കിടയിൽ കിടന്നാണ് ബുദ്ധന്റെ മരണം. അദ്ദേഹത്തിന്റെ ജനനവും അശോക സാലമരങ്ങൾക്കിടയിലാണ് മഹാമായ അദ്ദേഹത്തെ പ്രസവിച്ചത്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ സാല ഭഞ്ചികയായിരുന്നു കൊണ്ട് പേറ്റുനോവ് വന്നപ്പോഴത്തേക്ക് ആ സാല മരത്തിന്റെ കമ്പൊടിച്ചുകൊണ്ട് ആണ് അവർക്ക് സാലഭഞ്ചിക എന്നുള്ള പേരുണ്ടായത്. അപ്പൊ ആ മഹാമായയുടെ ശില്പരൂപങ്ങളിലെല്ലാം നമുക്ക് ആ സാലഭഞ്ചിക പോസ് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ മഹാകവി കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷിയിൽ തന്നെ അവസാനം വാഗമരത്തിൽ ചാരി നിന്ന് ആ വാഗക്കമ്പിൽ പിന്നെ കൈവയ്ക്കുന്ന നമ്മുടെ പിന്നെ മാതങ്കിയുടെ ഒരു ചിത്രം കുമാരനാശാൻ വരച്ചിട്ടുണ്ട്. കുമാരനാശാന്റെ കവിതയുടെ പ്രത്യേകത അതിലേക്ക് കടക്കുന്നില്ല ഞാൻ. പണ്ഡിറ്റ് കറുപ്പന്റെ കവിതയുടെ പ്രത്യേകതയാണെങ്കിൽ ഇതൊക്കെ വളരെ ദൃശ്യ സംസ്കാരപരമാണ്. വലിയ ചിത്രങ്ങൾ, വാങ്മയ ചിത്രങ്ങളാണ് അവരെഴുതുന്നത്. അപ്പോൾ ഈ ജംബുദ്വീപത്തില് നടന്നിട്ടുള്ള പിന്നെ ബുദ്ധന്റെ അദ്ദേഹത്തിന്റെ നടപ്പുകളും അദ്ദേഹത്തിന്റെ കാലടികൾ, അതിനെ പിന്തുടർന്ന് അശോകൻ നടത്തിയ യാത്രകൾ, ഇതിൽ നിന്നെല്ലാമാണ്, അശോകനിൽ നിന്ന് തന്നെയാണ് വലിയ ബിംബങ്ങൾ, ബുദ്ധബിംബങ്ങൾ, വൃക്ഷമാകട്ടെ, കാലടികളാകട്ടെ, അതുപോലെ തന്നെ സിംഹങ്ങളാകട്ടെ, ഗജങ്ങളാകട്ടെ, ആശാന്റെ കവിതയിൽ, കരുണയിലും ചണ്ടാലഭിക്ഷിയിലും ശ്രീബുദ്ധ ചരിതത്തിലും അദ്ദേഹത്തിന്റെ പക്വമായ ഘട്ടത്തിൽ 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള രചനകളാണ്. നിർഭാഗ്യവശാൽ 51-ാം വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മഹാപരിനിർവാണം പ്രാപിച്ചു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്ന പ്രബുദ്ധതയുടെ അടയാളങ്ങൾ അതാണ് കേളപ്പനാശാനിലും നമുക്ക് കാണാവുന്നത്. അപ്പോ ഈ പാലിയത്തിന്റെ ചരിത്രമാകട്ടെ 16-ാം നൂറ്റാണ്ടിൽ മാത്രം ആരംഭിക്കുന്നതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്.
അതിനു മുമ്പ് വില്ലാർവട്ടം, ഞാൻ ജോയ് സാറുമായിട്ടും ചർച്ച ചെയ്യുകയായിരുന്നു. വില്ലാർവട്ടം എന്നറിയപ്പെട്ട പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ മധ്യകാലത്ത് ക്രൈസ്തവമായിട്ടുള്ള, കേരളത്തിലെ തന്നെ വളരെ അപൂർവം, ഇന്ത്യയിലെ തന്നെ വളരെ അപൂർവത്തിൽ അപൂർവം എന്ന് പറയാവുന്ന ക്രൈസ്തവ രാജ പരമ്പരകൾ മധ്യകാലത്തുണ്ടായിരുന്ന ഒരു പ്രദേശമുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രാചീന കാലത്ത് ബുദ്ധകാലത്തോളം അതിനപ്പുറത്തേക്കും സിന്ധു നാഗരികതയുമായിട്ട് പോലും ബന്ധങ്ങളുള്ള നാടായിരുന്നു നമ്മുടെ കേരളക്കര. കാർണീലിയൻ ബീച്ച് നമ്മുടെ ചെല്ലാർകോവിലിൽ കുമളിക്കടുത്ത് നിന്നാണ്, മംഗളാദേവിക്ക് അടുത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രയും നാഗരികമായിട്ടുള്ള വാണിജ്യ പാതകളും എക്സ്ചേഞ്ചുകളും നടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഒരു ശൂദ്ര മേധാവിത്വം എന്ന് പറയുന്ന റോബിൻ ജെഫ്രിയൊക്കെ പറയുന്ന ആ ഒരു നയരാധിപത്യത്തിൻ്റെ, അധീശത്വത്തിൻ്റെ, ശൂദ്രാധിപത്യത്തിൻ്റെ, നല്ല ശൂദ്രന്മാരായി ബ്രാഹ്മണ്യത്തിൻ്റെ നല്ല പിള്ളകളായി ചമഞ്ഞുകൊണ്ടുള്ള നമ്മുടെ കരിപ്പായിക്കടവ് സംഭവം അടക്കം നാം ഓർക്കേണ്ടതുണ്ട്. ബ്രാഹ്മണ്യത്തിൻ്റെയും ശൂദ്രത്വത്തിൻ്റെയും കൂടി നല്ല പിള്ളകളായി ചമഞ്ഞ ചില പിള്ളമാരും കൊച്ചുകൂട്ട കർത്താക്കന്മാരും ഒക്കെയാണ് കരിപ്പായിക്കടവ് സംഭവം നടത്തിയത്. അപ്പം കരിപ്പായിക്കടവ് സംഭവം അടക്കം ഈ ഇഴവോദയ പ്രസ്ഥാനത്തിൻ്റെ, ഈ സംഘത്തിൻ്റെ, സംഘം എന്ന് പറയേണ്ടതില്ല, കാരണം ഈഴം എന്ന് പറഞ്ഞാൽ തന്നെ സംഘം എന്നാണ്. സംഘം എന്ന് പറയുന്നത് പ്രാകൃതത്തിൽ സംസ്കൃതത്തിലുമുള്ള വാക്കാണ്. അത് തമിഴിൽ തമിഴദേശത്ത്, തെക്കൻ ദേശത്ത് ദഖിനി പ്രാകൃതത്തിൽ അറിയപ്പെടുന്നത് ചങ്ങം അല്ലെങ്കിൽ ഈഴം എന്നാണ്. ഈഴം എന്ന് പറഞ്ഞാൽ ഇഴചേർന്നത്, ഇഴുകിച്ചേർന്നത്, ഇഴപ്പെരുക്കമുള്ളത്, ഇഴയടുപ്പമുള്ളത് ഈഴം എന്ന് പറയാം. അപ്പൊ ഈഴം എന്ന് പറഞ്ഞാൽ തന്നെ സംഘത്തിന് തുല്യമായ പ്രാചീനമായ തമിഴ് പദമാണ്. അപ്പൊ അത് വീണ്ടും ഈഴവോദയ സംഘം എന്ന് പറഞ്ഞാൽ സംഘക്കാരുടെ ഉദയത്തിന്റെ സംഘം എന്നാണ്. ഒരു ഇരട്ടിപ്പ് വരുന്നുണ്ട്, പക്ഷെ അത് ആ കാലത്ത് ആവശ്യമാണ്. കാരണം ഇത് ഈ സംസ്കൃതീകരണത്തിലൂടെ, ഹൈന്ദവീകരണത്തിലൂടെ നാം നമ്മുടെ മൂലം മറന്നുപോയി. നമ്മുടെ തായ്മൊഴിയായിട്ടുള്ള തമിഴിനെ, ഗുരുവിൻ്റെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അരുമാനൂരിൽ പോയിരിക്കുകയായിരുന്നു. പൂവാറിനടുത്ത്, തമിഴകത്തിനടുത്താണ് അരുമാനൂർ. അദ്ദേഹം അവിടെ വലിയ ശൈവസിദ്ധന്മാരെ കടത്തിവെട്ടുന്ന പതികങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 100ഓളം തമിഴ് പദ്യങ്ങൾ ചേർന്ന പതികമാണ് അദ്ദേഹം ദേവാര പതികങ്ങളിൽ, നൈനാർ പതികത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പരെയോ സംബന്ധരെയോ സുന്ദരമൂർത്തിയെയോ മാണിക്യവാചകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പദ്യമാണ് തമിഴിൽ. തമിഴ് ഫോമലായിട്ട് അദ്ദേഹം പഠിച്ചിട്ടില്ല. എങ്ങനെ അദ്ദേഹത്തിന് തമിഴിൽ ഇത്ര അഗാധമായ അപ്പരെയും സംബന്ധരെയും 8-ാം നൂറ്റാണ്ടിൽ, 7ഉം 8ഉം 9ഉം നൂറ്റാണ്ടിൽ ജീവിച്ച തമിഴ് ശൈവ സൈദ്ധാന്തികരെയും ചിത്തന്മാരെയും ഞെട്ടിക്കുന്ന, നിഷ്പ്രഭരാക്കുന്ന കവിത, ജ്ഞാനോദയമേ ഞാതുരുവേ, ഞാനോ നീയോ ആദിപരം എന്ന് ചോദിക്കുന്ന വലിയ തത്വചിന്താപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന കവിത. ഒരു ഭാഷയിൽ കവിത എഴുതണമെങ്കിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ വ്യുൽപ്പത്തി അഗാധമായിരിക്കണം. അപ്പൊ ഫോമലായി അദ്ദേഹം പഠിച്ചിട്ടില്ല. അദ്ദേഹം പേട്ടയിലുള്ള പുസ്തകക്കടയിൽ ഇരുന്ന് ചില ഇടനേരങ്ങളിൽ പുസ്തകക്കാരൻ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം നോക്കിക്കോണമെന്ന് പറയും. അവിടെ ഇരുന്ന് വിദ്യാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ പരിവ്രാജകനായിരുന്ന ഭിക്ഷുവായി തിരിഞ്ഞു നടന്ന നാണു, അദ്ദേഹത്തിനെയാണ് നാണു ഭക്തൻ എന്നൊക്കെ പറഞ്ഞ്, നാണു ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ള പലരും. അപ്പൊ ആ സമയത്താണ് അവിടെ ഇരുന്ന് വെറുതെ വായിക്കുകയാണ്. തമിഴ് ലിപി എങ്ങനെ ഇദ്ദേഹത്തിന് വശമായി, തമിഴ് ഭാഷയുടെ അഗാധത്തിലേക്ക് എങ്ങനെ കടന്നു. പ്രാചീനമായ പ്രബുദ്ധ പാരമ്പര്യമാണ് 2600 വർഷത്തെ തമിഴകത്തെ ബഹുജനങ്ങളുടെ, തിരുവള്ളുവരുടെ, തിരുക്കുറലിൻ്റെ, ചാത്തനാരുടെ, ഇളങ്കോയുടെ. ഇവിടെ മതിലകത്തിരുന്നുകൊണ്ടാണ് ഇളങ്കോ നമ്മുടെ ചിലപ്പതികാരം എഴുതിയത്. വിശ്വോത്തരമായ കാവ്യമാണ്. ഇതൊന്നും നാം പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, അറിയുന്നില്ല. കാരണം ഇവിടെ മുഴുവൻ രാമായണവും മഹാഭാരത പട്ടത്താരങ്ങളാണ്. ഗീതാഗിരി ശിബിരങ്ങൾ ഇവിടെ നടത്തപ്പെടുകയാണ്. ഗുരു നിരാകരിച്ചതാണ്. ഗുണകർമ്മങ്ങൾ സ്ഥായിയല്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ വർണ്ണം നിശ്ചയിക്കും? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗജ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ വളരും? ഗുരു നിരാകരിച്ച പാഠമാണ് ഗീത. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും കൊലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തിനു തുല്യനവൻ എന്ന അസന്നിഗ്ധമായി കൊലപാതകികളെ കുറിച്ച്, അത് രാജാവാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, ദൈവമാകട്ടെ, ആരുമാകട്ടെ, അവൻ ദൈവം പോയിട്ട് നേതാവോ രാജാവോ മനുഷ്യൻ പോലും ആകുന്നില്ല എന്നാണ് ഗുരുവിൻ്റെ ജീവകാരുണ്യ പഞ്ചകത്തിലെ പ്രസ്താവം. അതുപോലെ അനുകമ്പ ദശകത്തിൽ അദ്ദേഹം വിശദീകരിച്ചു അനുകമ്പയുടെ മാതൃകകൾ. ഈ സിദ്ധപാരമ്പര്യം മാത്രമാണോ? അല്ല, മറിച്ച് കരുണാവാൻ നബി മുത്തുരത്നമോ, മുത്തുരത്നമായിട്ടുള്ള നബി തിരുമേനിയുടെ ഏറ്റവും വലിയ ഗുണം മനുഷ്യ കാരുണ്യ ചിന്തയാണ്, അനുകമ്പയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതുപോലെ പരമേശ പവിത്ര പുത്രനോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് കുരിശേറിയ
മറ്റുള്ളവർക്കായി, ലോകത്തിനായി സ്വന്തം ജീവൻ തന്നെ ബലി നൽകിയ ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സഹോദരൻ അടികൊണ്ട് ആലുവാശ്രമത്തിൽ ചെല്ലുമ്പോൾ ഈ 17-ലൊക്കെ ഈ പന്തിഭോജനം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ കാവിൽ ഭരണിക്ക് പോകല്ലേ സഹോദരരെ എന്ന് പറഞ്ഞ് പാട്ടുപാടി ചെന്നപ്പോൾ അവിടെ ഭീഷണി ഉണ്ടായിരുന്നു. ഓടിച്ചു ഒരു മുസ്ലിം വ്യാപാരി രക്ഷപ്പെടുത്തി. അവിടെ ഞാറക്കൽ വെച്ച് അദ്ദേഹത്തിന്റെ തലയിൽ കൂടി മറ്റേ പുളിയുറുമ്പിന്റെ ഇതും പിന്നെ എന്തൊക്കെയോ കരിയോയിൽ കലക്കി ഒഴിക്കുകയോ എന്തൊക്കെയോ ഭീകരമായ മർദ്ദനങ്ങളും കുത്താൻ ഓടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അടിയെല്ലാം കൊണ്ട് ഇവിടെ ഗുരുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ക്രിസ്തുവിനെ പോലെ ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങളുടെ സംഘം, സഹോദര സംഘം അല്ലെങ്കിൽ മിശ്രവിവാഹ സംഘം, എന്താണെങ്കിൽ നിങ്ങളുടെ സംഘം, ഈഴം വളരണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ക്ഷമാശീലരാകണം, ത്യാഗബുദ്ധി പരിശീലിക്കണം. അതുകൊണ്ട് സഹോദരൻ എന്നുള്ള പേര് തന്നെ ക്രൈസ്തവവും ഇസ്ലാമികവുമായ സന്ദേശത്തിൽ നിന്ന് കേരളത്തിലുണ്ടായതാണ്. എന്ത്? സഹോദരൻ എന്ന പേര് തന്നെ. ഉപദേശിയെ പോലെ ഇങ്ങനെ എവിടെ കിട്ടിയാലും അവിടെ നിന്ന് പ്രസംഗിക്കുക, എവിടെയാണെങ്കിലും അവിടെ നിന്ന് ഉപദേശിക്കുക. ധർമ്മഭാഷണം, മഞ്ഞക്കുണദോഷം എന്ന് പറയുന്ന ബുദ്ധഭിക്ഷുക്കൾ തുടങ്ങിയതാണ്. ബോധകർ എന്ന് നാഞ്ചിനാട്ടിൽ വിളിക്കുന്ന ബോധകർ തുടങ്ങിയ പരിപാടിയാണ്. അത് ക്രൈസ്തവരും ഇസ്ലാമികളും ഒക്കെ ആയിട്ടുള്ള മിഷണറിമാരത് ആവർത്തിച്ചു. അത് തന്നെയാണ് സഹോദരൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ വെള്ള വസ്ത്രം, ഫുൾ സ്ലീവ് ഷർട്ടും ഒക്കെ ഇട്ട്, വെള്ളയും ഒക്കെ ഇട്ട് എവിടെയും ഏത് തെരുവിലും ഏത് ചത്തുരത്തിലും ഏത് വീഞ്ഞപ്പെട്ടിയുടെ മുകളിലും കയറി നിന്ന് ഈ പ്രസംഗിക്കുക, ധർമ്മനീതി ഭാഷണം നടത്തുക. ഇതായിരുന്നു സഹോദരന്റെ പരിപാടി. അതുകൊണ്ടാണ് ഒരു ഉപദേശി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ സഹോദരൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ഈ ബഹുസ്വരമായ പാരമ്പര്യങ്ങളെ യഥാർത്ഥത്തിൽ വളരെ പ്രാദേശികമായി വഴി നടത്തിയ നമ്മുടെ ജനനേതാക്കളിലും നൈതിക ധീരന്മാരിലും ഏറ്റവും ചിരസ്മരണീയനാണ് കേളപ്പനാശാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നടന്നു വരുന്ന ഈ പഠനങ്ങൾ, കേളപ്പനാശാന്റെ പേരിൽ ഉള്ള ഈ ചരിത്ര പഠന കേന്ദ്രം, വടക്കുംപുറം കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രം, അതുപോലെ ശ്രീ ടൈറ്റസ് ഗോതുരുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം, ഇനി വരാനിരിക്കുന്ന ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നയിക്കുന്ന ഇപ്പോൾ സ്വാമി സത്യദേവനെ കുറിച്ച്, അതുപോലെ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച്, സഹോദരൻ അയ്യപ്പനെ കുറിച്ചൊക്കെ തന്നെ അറിയപ്പെടാതെ കിടക്കുന്ന ഇത്തരം ഏടുകൾ, ചരിത്രത്തിൻ്റെ വലിയ പ്രാദേശിക ഇടങ്ങൾ, കാലങ്ങൾ, സത്യങ്ങൾ ഒക്കെ തന്നെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇത് വലിയ മഹനീയമായ ഒരു പരിശ്രമമാണ്. വടക്കുംപുറം നിവാസികളും കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രവും ഉഗാസയും ഇഴവോദയ സംഘവും എല്ലാവരും കൂടി ഈ നാട്ടിലെ പ്രബുദ്ധരായ ബഹുജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ആ സംസ്കാര രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ജാതി ഭീകര ദഹനമടക്കമുള്ള കാര്യപരിപാടികൾ, അതുപോലെ കരിപ്പായി കടവിൽ നടന്നിട്ടുള്ള ഭീകരതയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആവശ്യമാണ്. കൊച്ചുകുട്ടൻ കർത്താവും ആ പിള്ളമാരും കൂടി നടത്തിയ സ്ത്രീകളെ അപമാനിക്കുന്ന ചേർത്തല നങ്ങേലിയുടെ ജീവചരിത്രം ഒരിക്കൽ കൂടി സ്മരണീയമാക്കുന്ന, സ്ത്രീകളെ അപമാനിക്കുന്ന, വസ്ത്രം കീറി അധിക്ഷേപിക്കുന്ന ആ പരിപാടി ആറാട്ടുപുഴ വേലായുധപ്പണിക്കരും ചേർത്തല നങ്ങേലിയും ഒക്കെയാണ് ഇതിനെതിരെ പോരാടിക്കൊണ്ട് തങ്ങളുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ച ആ മഹത്തായ ത്യാഗം. അത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇവിടെ കരിപ്പായി കടവിൽ അരങ്ങേറി പാലിയത്തിന്റെ കങ്കാണിമാരായി പ്രവർത്തിച്ച, രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്ന പോലെ ബ്രാഹ്മണരെക്കാൾ വലിയ ഹിന്ദുക്കളാകുന്ന ശൂദ്രരുടെ ആ ഭീകരത, ജാതിയുടെ ഭീകരതയാണ്. ജാതി നിങ്ങളെ ക്ഷുദ്രരാക്കി മാറ്റും. ക്ഷുദ്രം എന്ന പദത്തിൽ നിന്നാണ് ശൂദ്രം എന്ന പദത്തെ ബ്രാഹ്മണ്യം, ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയെടുത്ത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ആ ഭീകരതയെക്കുറിച്ചൊക്കെ തന്നെ, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, പ്രാദേശിക ചരിത്രങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ നമ്മളെ പ്രബുദ്ധരാക്കുന്ന പുതിയ പഠനങ്ങൾ, പുതിയ പരിശ്രമങ്ങൾ, പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇടപെടലുകൾ. നമ്മുടെ ഇവിടെ ഇത്രയാൾ വന്നാൽ മതി, പക്ഷേ ഇത് ഈ മീഡിയയിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു, ദൃശ്യമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുമ്പോഴാണ് അത് ഭാവിയിലേക്കുള്ള ഇടുവയ്പ്പുകളാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രചരണ തന്ത്രങ്ങളും ആവിഷ്കരിക്കണം എന്ന ഒരു എളിയ അഭ്യർത്ഥനയും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രത്തെയും ഇഴവോദയ സംഘത്തെയും പുകാസയെയും മറ്റെല്ലാ ജനപ്രതിനിധികളടക്കമുള്ള പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള എല്ലാ ബഹുജനങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട്, കേളപ്പനാശാന്റെ ഈ സ്മരണ ഇത് അത്യന്തം മഹനീയമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട്
നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്മാരക ഫലകം ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.